വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. മലക്കപ്പാറ വീരാൻകുടി ഉന്നതിയിൽ പുലിയുടെ ആക്രമണം. കുടിലിനുള്ളിൽ കയറി 4 വയസ്സുകാരനെ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. മുതുകിൽ ആഴത്തിലുള്ള കടിയേറ്റു. തലയ്ക്ക് പിന്നിലും മുറിവ്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം പതിവെന്ന കുട്ടിയുടെ പിതാവ്. പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ ചെന്നുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്നു. പാലക്കാട് പെരിന്തൽമണ്ണയിൽ വീണ്ടും പുലി. മണ്ണാർമലയിൽ പുലി എത്തിയത് ഇന്നലെ രാത്രി. നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞു. ഛത്തീസ്ഗഡിൽ ജയിലിൽ തുടരുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ആശയക്കുഴപ്പം. ജാമ്യ ഹർജി NIA കോടതിയിലോ ഹൈക്കോടതിയിലോ നൽകണമെന്നതിലാണ് ആശയക്കുഴപ്പം. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാട് നിർണായകമാവും. ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിൽ പ്രതീക്ഷ. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8ാം ദിവസം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ BJPയുടെ ശ്രമം. BCCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തുമായി ചർച്ച നടത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തങ്ങളുടെ അമർഷവും വേദനയും അറിയിച്ചെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. മോചനത്തിന്റെ കാര്യം പ്രധാനമന്ത്രി ഉറപ്പു തന്നിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ. 5-അംഗ UDF MP സംഘം ദുർഗിലെത്തി. കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിക്കാൻ CPIM നേതാക്കൾ. പരസ്യ പ്രതികരണത്തിന് മുൻപ് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമം ഡോക്ടർ ഹാരിസ് അധികൃതരെ അറിയിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. മാർച്ചിലും ജൂണിലുമായി 2 തവണ ആശുപത്രി സൂപ്രണ്ടിന് കത്തയച്ചു. ആരോഗ്യമേഖലയെ സാമ്പത്തിക പ്രതിസന്ധി ബാധിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങളില്ലാത്ത കാര്യം പലതവണ അധികൃതരെ അറിയിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരാധീനനായി ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസിന്റെ വകുപ്പിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി. കണ്ടെത്തൽ ഉപസമിതിയുടെ അന്വേഷണത്തിൽ. തമിഴ്നാട്ടിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മലയാളിയായ ആദിവാസി യുവാവ് മരിച്ചതിൽ ദുരൂഹത. മരിച്ചത് മറയൂർ പെരിയകുടി ഉന്നതിയിലുള്ള മാരിമുത്തു. ഉദുമൽപേട്ട ഫോറസ്റ്റ് ഓഫീസിൽ കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കസ്റ്റഡി മരണമെന്നാരോപിച്ച് കുടുംബം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മാരിമുത്തുവിനെ കസ്റ്റഡിയിലെടുത്തത് പുലിപ്പല്ല് കൈവശം വെച്ചതിന്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിൽ വസ്തുതാ പരിശോധന ഇന്ന്. പരാതി നൽകിയ യുവ ഡോക്ടറുടെ മൊഴി വിശദമായി പരിശോധിക്കും. വേടനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനം പരിശോധനയ്ക്ക് ശേഷം. മുൻകൂർ ജാമ്യത്തിനായി വേടൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ധർമ്മസ്ഥലയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധന വേഗത്തിലാക്കാൻ അന്വേഷണ സംഘം. ഇന്ന് വനമേഖലയ്ക്കുള്ളിൽ പോയിന്റുകളിൽ പരിശോധന നടത്തും. ധർമ്മസ്ഥലയിലെത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തി DGP. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന് കർശന നിർദ്ദേശം. സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിലുള്ള പോയിന്റുകളിൽ കോടതി അനുമതിയോടെ പരിശോധന തുടരും. വാർത്തകൾ വിശദമായി നോക്കാം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി